ശബരിമലയിൽ കേരളീയ സദ്യയ്ക്ക് തുടക്കമായി. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ. 5000 പേർക്ക് ഓരോ ദിവസവും സദ്യ വിളമ്പും. സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ പ്രഖ്യാപനമായിരുന്നു മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ഭക്തർക്ക് അന്നദാന സദ്യയായി കേരളീയ സദ്യ വിതരണം ചെയ്യും എന്നുള്ളത്. ആ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അനിശ്ചിതത്വങ്ങൾക്കും നീണ്ട ചർച്ചകൾക്കുമൊക്കെ ഒടുവിൽ ഇപ്പോൾ ഭക്തർക്ക് വിഭവസമൃദ്ധമായ സദ്യ ലഭ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഭക്തർക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. അതിൽ നിരവധി തൊടുകറികളും അതുപോലെ ഒഴിച്ചുകൂട്ടാനുകളും ഒക്കെയുള്ള സദ്യയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ സദ്യയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ തീർത്ഥാടന കാലത്ത് തന്നെ സദ്യ എത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞത്. അത് നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചില അനിശ്ചിതത്വങ്ങളൊക്കെ നീണ്ടുപോയിരുന്നെങ്കിലും അവർ പറഞ്ഞ പോലെ തന്നെ ആ പ്രഖ്യാപനം നടപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും ഇത്തരത്തിൽ സദ്യ വിളമ്പുക എന്നുള്ളതാണ്. ആ വിഭവങ്ങളിലൊക്കെ തന്നെ ഓരോ ദിവസവും മാറ്റമുണ്ടാകും. പായസം അടക്കമുള്ളവയിൽ ഓരോ ദിവസവും മാറി മാറി വരും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആദ്യ ദിവസം അടപ്പായസം, അതായത് അടപ്പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് ഭക്തർക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് സദ്യ? സന്നിധാനത്തുള്ള ഈ ആദ്യമായിട്ട് തുടങ്ങുന്ന ഈ പരിപാടിയിൽ ആദ്യത്തെ ദിവസം തന്നെ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. വളരെ സന്തോഷം. മനസ്സ് നിറച്ച് അയ്യപ്പനെ തൊഴുതു, ഇപ്പൊ വയറ് നിറച്ച് സദ്യയും കഴിച്ചു. അതെ അതെ അതെ, വളരെയധികം സന്തോഷം. എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ മനസ്സ് നിറഞ്ഞു, ഒക്കെ നിറഞ്ഞു, അയ്യപ്പനെ നരിച്ചു ഒക്കെ നിറഞ്ഞു. സദ്യ എങ്ങനെയുണ്ട് മോനെ? ടേസ്റ്റ് ഉണ്ട്. പായസം കൊള്ളാവോ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. മലയാളികൾക്ക് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുന്ന ഭക്തർ നിരവധിയുണ്ട്. അവർക്കും ഇത്തരത്തിൽ സദ്യ ഒരു പുതിയ അനുഭവം തന്നെയാണ്. എവിടെ ഇരിക്ക സ്വാമി കേരള സദ്യ? ரொம்ப நல்லா இருக்கு, ரொம்ப அருமையா பண்ணிருந்தாங்க. முதல் டைம் வந்திருக்கேன், ரொம்ப சூப்பரா இருக்கு. எப்படி சாமி? நல்லா இருக்கு, ரொம்ப நல்லா இருக்கு, நல்லா இருக்கு. അങ്ങനെ എല്ലാവരും മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞാണ് മലയിറങ്ങുക. നമ്മുടെ അന്നദാന മണ്ഡപത്തിൽ നിന്നും ക്യാമറമാൻ VS മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.